ഈ അമ്മാവൻ ഇടയ്ക്കിടയ്ക്ക് തങ്കത്തിന് അങ്ങോട്ട് വിളിക്കുന്നത് അവിടെയുള്ള ജോലികൾ ചെയ്യിപ്പിക്കാനാണെന്ന് എനിക്കൊരു സംശയം. കുടുംബശ്രീ ജോലിനേക്കാളും അവിടെ പോയി ജോലി ചെയ്യണല്ലേ? അല്ല, ഇങ്ങനെ തങ്കത്തിന് ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് നിർബന്ധിക്കുമ്പോൾ നമ്മളെല്ലാം ഇവിടെ പെണ്ണ് കെട്ടിക്കുമല്ലോ, ഇനി അങ്ങനെയുള്ള ചിന്ത ഉണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. വീട് ജോലിക്കാ തക്കളി പോയാ? അവൾക്ക് ട്യൂഷൻ ഉള്ളതുകൊണ്ട് നേരത്തെ പോയി. ഭക്ഷണം കൊടുത്തോ? രാവിലത്തെ ഉച്ചക്കത്തേക്കുള്ള എല്ലാം കൊടുത്തിട്ടുണ്ട്. ആ, ഭയങ്കര മടിയാ. മുട്ട പൊരിച്ച് വെച്ച് കൊടുത്താ? അയ്യോ, നേരത്തെ എന്നോട് പറഞ്ഞു. ഇനി മുട്ട പൊരിക്കുമ്പോൾ വെച്ച് വെള്ളം കൂടെ ചേർക്കണേ. പച്ചവെള്ളം ചേർത്ത് നല്ല ടേസ്റ്റാ. ആണോ? ആ, ഞാൻ കഴിഞ്ഞ എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞു. ഓംലെറ്റ് ഉണ്ടാക്കുമ്പോഴത്തേക്ക് അതിനകത്ത് പച്ചവെള്ളം ഒഴിക്കണം. എന്നിട്ട് നല്ല രസം, നല്ല അരിക്കും. അതിന് ഒരു ഓംലെറ്റ് എന്നിട്ട് വെള്ളം കുടിച്ചാൽ പോലെ. അതെന്തായാലും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. എന്തൊക്കെ പറഞ്ഞാലും അറിയാം, എനിക്ക് ഈ പറഞ്ഞില്ലേ, എന്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചാലേ എനിക്കൊന്നുകൊണ്ട് ഇറങ്ങുള്ളൂ. നാലെണ്ണം കഴിഞ്ഞു. നാലെണ്ണമായി. നാലെണ്ണം കഴിച്ച അത് വേറെ ഒന്നുമല്ല കേട്ടോളിയാ, പറയണുണ്ടെന്നും തോന്നരുത്. വേണ്ട, ജമന്തിയുടെ കറി, ഈ കറി ഉണ്ടെങ്കിൽ 4 അല്ല 40 എണ്ണം വേണമെങ്കിലും ഞാൻ തിന്നും. അതല്ല അളി ഒരു കോംപ്ലിമെന്റ് പറഞ്ഞാ നിന്റെ, ഞാൻ ഇത്ര നന്നായിട്ട് കഴിച്ചല്ലേ, 5 എണ്ണമായി വാർത്ത എടുക്കാൻ പോണ. ഞാൻ ഇത് മനസ്സറിഞ്ഞ് പറഞ്ഞാണ്. ജമന്തി നല്ല അസല് കറി. തങ്കതിനേക്കാൾ നന്നായിട്ട് വയ്ക്കും. എന്തോ തങ്കതിനേക്കാൾ അസലായിട്ട് വയ്ക്കും. അതിനെ ഇച്ചിരി പൊടിക്കും തങ്ക ഇതുപോലെ വെക്കണമെങ്കിൽ. അല്ല, ഞാൻ ചോദിച്ചോട്ട്, അടുത്ത വർഷത്തെ മികച്ച ആങ്ങളയ്ക്കും പെങ്ങളയ്ക്കുള്ള അവാർഡ് നിങ്ങൾ തന്നെ കൊണ്ടുപോകും. കുറേശ്ശെ പുകഴ്ത്തളയാ, ചങ്ങലയുടെ ഭാര്യയൊക്കെയാണ്. അതൊന്നും അല്ല, നാത്തു എന്നോട് പറയാറുണ്ട്, ക്ലീറ്റോ ചേട്ടൻ എപ്പോഴും പറയുമെന്ന്, ഞാൻ വെക്കുന്ന മീൻകറി സൂപ്പറാണ്. അത് ആ മീൻകറി ഇച്ചിരി കപ്പയും കൂടെ അങ്ങോട്ട് കളിയാ ഒരു പിടി പിടിച്ചാണ്ടല്ലോ. ചേട്ടൻ എന്നെ ഒരു വിലയില്ല. അയ്യോ അയ്യോ അളിയാ, സോറി അളിയാ, ഞാൻ മറന്നു വിടാ. ഇപ്പം അയക്കാം, ഇപ്പം അയക്കാം. ആ, ഒരു 2 മിനിറ്റ് ഞാനിപ്പോൾ അയച്ചേക്കാം. ശരി. ഓ, ഓക്കെ. കഴിക്കാളിയാ, അതേ അത്യാവശ്യം. അൻസാറേ, എൻ്റെ പാൻ കാർഡിൻ്റെ കോപ്പി അത്യാവശ്യമായിട്ട് അയച്ചു കൊടുക്കേണ്ട ഒരു ആവശ്യമുണ്ടേ. അവൻ പറഞ്ഞിട്ട് കുറേ സമയം ഞാൻ വിട്ടുപോയി. അപ്പം ഞാൻ ഒന്നത് ഫോട്ടോ എടുത്ത് വാട്സാപ്പിൽ അയക്കട്ടെ. മതി നിറഞ്ഞു. അല്ലെങ്കിൽ വേണ്ട, പുറത്തുനിന്ന് കഴിയുക. ജോലിയും പുരിയുന്നില്ലെങ്കിലും പാൻ കാർഡൊക്കെ ഉണ്ടല്ലോ അല്ലേ? എന്തോ കള്ള ലക്ഷണം ഉണ്ട് കേട്ടാ. അല്ലെങ്കിൽ ഇങ്ങനെ ആഹാരം ഇട്ടിട്ടൊന്നും പോകുന്നു. ആവശ്യത്തിലടി കഴിക്കാൻ പറ്റുള്ളൂ. നിങ്ങളെയാ എടാ നോക്കട്ടെ, നീ ഇപ്പം അങ്ങോട്ട് വിളിച്ചല്ലേ ഉള്ളൂ. ഈ പാൻ കാർഡ് എന്ന് പറയുന്നത് പോക്കറ്റിട്ടുള്ള നടക്കുന്ന സാധനമല്ലല്ലോ. എടാ ഞാൻ എടുത്ത് വാട്സാപ്പ് അയക്കാം. പാൻ കാർഡ് മാത്രമല്ല, ആധാറും പിന്നെ ബാക്കിയുള്ള സർക്കാർ ഇപ്പം എല്ലാം എടുപ്പിച്ചിട്ടുണ്ട്. അതെല്ലാം നിനക്ക് ഞാൻ അയച്ചു തരാം. നീ അടുത്ത് എടുക്കാനുള്ള പുതിയത് അത് ചോദിക്കരുത്, അത് എനിക്ക് എടുക്കാക്കൂല. അത് എടുത്തിട്ട് ഞാൻ അത് അയച്ചു തരാം. ഒരു സമാധാനം എന്താളിയാ നീ? എടേ അൻസാറെ, ഞാൻ നോക്കിയിട്ട് ഇപ്പം അയച്ചു തരാടെ. ആ, വെക്ക്. ഇങ്ങനെ ബഹളം വെക്കുക.